കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മേധാവിയായിട്ടുള്ള നിഖിൽ ബി നിമഗദ്ധയുടെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പുള്ളി പഴയ ഒരു ഇഷ്യൂവിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നതാണ്. പഴയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ മാനേജ്മെന്റിനെ ചോദ്യം ചെയ്യുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവാനെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നായിരുന്നു നിഖിൽ പറഞ്ഞത്. അതിനെ ഇപ്പം പുള്ളി ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് സാഹചര്യത്തിൽ നിന്നും അടർത്തിയെടുത്ത വാക്കുകളാണ്. ഇവാനുമായിട്ടുള്ള സ്നേഹം ഞങ്ങൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇവാന് ഞങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല, അതൊരു കോണ്ടക്സ്റ്റിൽ നിന്നും അടർത്തെടുത്തുകൊണ്ട് പോയി അങ്ങനെ പ്രചരിപ്പിച്ചതാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇവാന് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ അന്ന് ഇന്നും ചെയ്തു കൊടുത്തിട്ടുണ്ട്. വാക്കൗട്ട് പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവാനെ ചോദ്യം ചെയ്യാൻ പറയാമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇനിയിപ്പോൾ വാക്കൗട്ട് പ്രൊട്ടസ്റ്റിൻ്റെ പേരിലാണെങ്കിലും ഇവാനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നെറുകെട്ട റഫറിംഗ് സിസ്റ്റത്തിനെതിരെ സ്വന്തം കരിയർ പോലും പണയം വെച്ചിട്ട് അങ്ങേര് വാക്കൗട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതങ്ങേര് തന്തയ്ക്ക് പറഞ്ഞുകൊണ്ടാണെന്ന് പറയാനേ എനിക്ക് ആഗ്രഹമുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാൻ പോവുകയാണെങ്കിൽ ഇവന്മാരെ നൽകിയ സപ്പോർട്ടിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് എല്ലായ്പ്പോഴും ലിമിറ്റഡ് റിസോഴ്സും കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ തുടർച്ചയായിട്ട് 3 സീസണുകളിൽ പ്ലേ ഓഫിൽ കൊണ്ടുവന്ന പരിശീലനാണ് അദ്ദേഹം. നിങ്ങൾ ഇവാന് ശേഷം അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ അവന്മാരെ കൊണ്ടുവന്നിട്ട് ആര് പ്ലേ ഓഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുകൂടി പറയണം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിൻ്റെ 12 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ 5 സീസണിലാണ് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കടന്നതിനകത്ത്. ആ 5 സീസണിൽ 3 തവണയും കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ കൊണ്ടുവന്നത് ഇവാൻ വുക്കോമാനെ വെച്ചാണ്. അത് കണ്ടിന്യൂസ്ലി 3 സീസണിൽ അയാൾ പ്ലേ ഓഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മനുഷ്യനെ ചോദ്യം ചെയ്യണമെന്നൊക്കെ പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല സർ. ഇനിയിപ്പോൾ വാക്കൗട്ട് പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വാക്കൗട്ട് പ്രൊട്ടസ്റ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നെറുകെട്ട റഫറിംഗ് സിസ്റ്റത്തിനെതിരെ സ്വന്തം കരിയർ പോലും പണയം വെച്ചിട്ട് അങ്ങേരെ പ്രതിഷേധിച്ചെങ്കിൽ അങ്ങേരെ ചോദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർ. പിന്നെ മറ്റേ കാര്യം, ഇവാനെ നിങ്ങൾ എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പം നിങ്ങൾ ആ ഒരു വാക്കൗട്ട് പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് മീഡിയയിലൂടെ ആരാധകരുടെ സപ്പോർട്ട് നേടാൻ വേണ്ടിയിട്ട് ഇവാനെ ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും, എല്ലാ പിന്തുണയും ഇവാന് നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫൈൻ ഇവാൻ വുക്കോമാനെ വെച്ച് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്താണ് കൊടുത്തത്. ഐ റിപ്പീറ്റ്, മാനേജ്മെൻ്റ് അല്ല ഫൈൻ അടച്ചത്. കോച്ചിന് വന്ന ഫൈൻ ഇവാൻ വുക്കോമാനെ വെച്ച് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തടക്കുകയാണ് ചെയ്തത്. എന്നിട്ടും നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പം അത് കേട്ടോണ്ടിരിക്കാൻ മാത്രം, അങ്ങനെ കേട്ടോണ്ടിരിക്കാൻ കുറേ ആളുകൾ ഉണ്ടായിരിക്കും. ഐ ഡോണ്ട് ബിലോങ് ടു ദാറ്റ്.